അസംതൃപ്ത ബി.ജെ.പി. നേതാക്കളെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കം തകർത്ത് ആർ.എസ്.എസ്. നേതൃത്വം. ബി.ജെ.പി. ഔദ്യോഗിക നേതൃത്വത്തിനും വിമർശനം. പാളിപ്പോയത് സന്ദീപ് വാര്യർ നടത്തിയ നീക്കങ്ങൾ. പാലക്കാട് ബി.ജെ.പിയിൽ അരങ്ങേറുന്നത് നാടകീയ സംഭവ വികാസങ്ങൾ. ബി.ജെ.പിയിലെ അസംതൃപ്ത കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ സന്ദീപ് വാര്യർ നടത്തിയ നീക്കം ആർ.എസ്.എസ്. നേതൃത്വം ഇടപെട്ടതോടെയാണ് പൊളിഞ്ഞുപോയത്. ഇതോടെ പാലക്കാട്ടെ ബി.ജെ.പിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. രാജിയടക്കമുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് പോകുമെന്ന് കൗൺസിലർമാർ അടക്കമുള്ള നേതാക്കൾ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ആർ.എസ്.എസ്. നേതൃത്വം ഇടപെടുകയും സമവായ ചർച്ചകൾ നടത്തുകയും ചെയ്തതോടെയാണ് അത്തരം നീക്കങ്ങളിൽ നിന്നും അസംതൃപ്ത ബി.ജെ.പി. നേതാക്കൾ താൽക്കാലികമായെങ്കിലും പിൻവാങ്ങിയത്. നിയമസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനടക്കം രാജ്യഭീഷണിയിൽ നിന്നും ഇപ്പോൾ പിന്നോട്ട് പോയതിനാൽ ഭരണപ്രതിസന്ധി താൽക്കാലികമായി ഒഴിവായിരിക്കുകയാണ്. അതേസമയം ജില്ലയിലെ പുതിയ പാർട്ടി അധ്യക്ഷനെ ചൊല്ലി അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതിൽ തങ്ങൾക്കുള്ള വിയോജിപ്പ് അവർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തെ ഏത് വിധേനയും ഗുണകരമാക്കി മാറ്റാൻ കഴിയുമോ എന്ന അന്വേഷണമാണ് വി.കെ. ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലും പോലെയുള്ള നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെ പാർട്ടി പ്രസിഡന്റാക്കുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നുവെന്നാണ് കലാപക്കൊടി ഉയർത്തിയിരുന്ന കൗൺസിലർമാരുടെ വാദം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനാധിപത്യ രീതിയിൽ മത്സരിക്കുകയും കൂടുതൽ വോട്ടുകൾ കിട്ടിയവരെ മാറ്റി നിർത്തിയാണ് ഏകപക്ഷീയമായി അധ്യക്ഷനെ തെരഞ്ഞെടുത്തതെന്നുമാണ് വിമതരുടെ വാദം. ബി.ജെ.പി. ജനറൽ സെക്രട്ടറി സി. കൃഷ്ണകുമാറിന്റെ നോമിനിയായ പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തതിൽ അട്ടിമറിയുണ്ടെന്നും ഇവർ ആരോപണമുയർത്തിയിരുന്നു. ഈ വിധം വിമത സ്വരങ്ങളെ അതിരൂക്ഷമായി അടിച്ചമർത്തിക്കൊണ്ടാണ് പാർട്ടി അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയം വ്യക്തമാക്കിയത്. സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ച വിധത്തിൽ തന്നെ അധ്യക്ഷന്മാർ ചുമതലയേൽക്കുമെന്നും പ്രതിഷേധക്കാർക്ക് വ്യക്തിപര താൽപര്യമാണെന്നും അതൊന്നും വില പോകില്ലെന്നുമാണ് ധാർഷ്ട്യസ്വരത്തിൽ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. എരിതയിൽ എണ്ണ ഒഴിക്കും വിധത്തിൽ ഇത് സംഭവഗതികളെ കൂടുതൽ വഷളാക്കി. ഇതോടെ കൗൺസിലർമാർ രാജിക്കൊരുങ്ങുകയും നഗരസഭാ ഭരണം അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയായി. ഈ സന്ദർഭത്തിലാണ് അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് ആർ.എസ്.എസ്. നേതൃത്വം ഇടപെട്ടതും കൗൺസിലർമാർ തൽക്കാലം പിൻവാങ്ങിയതും. ഈ സാഹചര്യം രാഷ്ട്രീയമായി തിരിച്ചടിയായത് സന്ദീപ് വാര്യർക്ക് തന്നെയാണ്. പ്രതിഷേധമുയർത്തുന്നവർ തന്റെ മുൻ സഹപ്രവർത്തകർ ആയിരുന്നുവെന്നും തന്റെ ഇടപെടൽ മൂലം ബി.ജെ.പി. ബന്ധമുപേക്ഷിച്ച് അവർ കോൺഗ്രസിൽ ചേരുമെന്ന ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നത്. ഈ വിധത്തിൽ ക്രിയാത്മക പ്രവർത്തനങ്ങൾ താൻ നടത്തുന്നുവെന്ന പ്രതീതി കോൺഗ്രസിൽ സൃഷ്ടിക്കാൻ വാര്യർക്ക് കഴിഞ്ഞിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസ് വക്താവായി വാര്യരെ നിയോഗിച്ചതുപോലും ഇത്തരം അണിയറ നീക്കങ്ങളെ തുടർന്ന് തന്നെയാണ് താനും. വിമതരെ ലക്ഷ്യമിട്ട് വാര്യർ കരുക്കൾ നീക്കിയെന്നതും ആ നീക്കങ്ങൾക്ക് മുന്നിൽ ബി.ജെ.പി. ഔദ്യോഗിക നേതൃത്വം പതറിയെന്നതും വാസ്തവമാണ്. എന്നാൽ തന്ത്രപര നീക്കങ്ങളുമായി ആർ.എസ്.എസ്. നേതൃത്വം രംഗത്തെത്തിയാണ് ആ നീക്കങ്ങൾക്ക് പ്രതിരോധം തീർത്തത്. അസംതൃപ്തരായ ബി.ജെ.പി. കൗൺസിലർമാരെ അടർത്തിയെടുത്താൽ പാലക്കാട് നഗരസഭയിലെ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാകും. ആ വിധത്തിൽ രാഷ്ട്രീയ തിരിച്ചടി നൽകാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. രാജ്യഭീഷണിയിൽ നിന്ന് കൗൺസിലർമാർ പിന്മാറിയിട്ടുണ്ടെങ്കിലും പ്രശാന്ത് ശിവൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ചടങ്ങിൽ നിന്നും കൗൺസിലർമാർ വിട്ടുനിന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വി.കെ. ശ്രീകണ്ഠൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, വി.ടി. ബൽറാം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഈ ദൗത്യം ഏറ്റെടുത്ത് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. വിമത കൗൺസിലർമാരെ ഏത് വിധേനയും സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ കഴിയും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഉറച്ചു തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുക്കൾ നീക്കുന്നത്. ഏത് വിധേനയും ആ നീക്കം തടയാനുള്ള പ്രതിരോധ തന്ത്രങ്ങളുമായി ആർ.എസ്.എസ്. നേതൃത്വവും രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതോടെ പാലക്കാട്ടെ അടിയൊഴുക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്.